പല ആളുകളും ചോദിച്ച ഒരു ചോദ്യത്തിനുള്ള മറുപടിയാണ് കേട്ടോ ഞാൻ ഇപ്പോൾ തരുന്നത്. പല ആളുകളും ഈ കമൻറ്റിലായിട്ടും മെസ്സേജിലായിട്ടും അതേപോലെ നേരിട്ട് കാണുമ്പോഴും ഒക്കെ ചോദിക്കാറുണ്ട്, ഷാഫിസ്താദ് നിങ്ങളെ വർത്തമാനത്തിൻ്റെ ഇടയിൽ നിങ്ങൾ എന്തിനാണ് ഒരു അറബി മൂളിച്ച കൊണ്ടുവന്നത് എന്ന്. ഒരു മ്യൂസിക് പോലത്തെ ഒരു അറബി മൂളിച്ച എന്തിനാണ് കൊണ്ടുവന്നത്? നിങ്ങൾക്ക് വെറുതെ അങ്ങോട്ട് പറഞ്ഞാൽ പോരാന്നില്ലേ? എന്തിനാണ് ആ അറബി മൂളിച്ചയുടെ സഹായം എന്ന് ഓലിക്കുള്ള മറുപടിയാണ് കേട്ടോ ഞാൻ ഇപ്പോൾ തരുന്നത്. ഈ ഉമ്മമാര് ചെറിയ കുട്ടികൾക്ക് ചോറ് വാരി കൊടുക്കണത് നിങ്ങൾ കണ്ടുക്കണോ? ആ ചോറ് വാരി കൊടുക്കുമ്പോഴേ ആ കുട്ടി ആ ചോറ് തിന്നാതെ വാശി പിടിക്കുമ്പോൾ ഉമ്മ പറയൂല്ലേ, ആകാശത്തിലേക്ക് ചൂണ്ടിയിട്ട് ഉമ്മ പറയും, മോനെ ചോറ് വയ്ക്ക്, ആകാശത്തിലെ അമ്പിളിമാമനെ നിനക്ക് പിടിച്ചു തരാന്ന് അല്ലേ, അല്ലെങ്കിൽ നക്ഷത്രങ്ങളെ നിന്റെ കയ്യിലേക്ക് വെച്ച് തരാം, ചോറ് വയ്ക്കെന്ന് പറയും അല്ലേ. അതെന്തിനാ പറഞ്ഞത് നിങ്ങൾ പറയും. അങ്ങനൊക്കെ പറയുമ്പോൾ വർത്തമാനത്തിൽ ചൊറുക്ക് കൂട്ടിയിട്ട് സന്തോഷത്തോടെ ഉമ്മ ആ കുട്ടിയെ എന്ത് ചെയ്യും, ചോറ് കഴിപ്പിക്കും അല്ലേ. എന്നാൽ ലോകത്തിലെ ഒരു ഉമ്മമാരും എന്ത് ചെയ്തിട്ടില്ല, അമ്പിളിമാമനെ കുട്ടികളുടെ കയ്യിലേക്ക് പിടിച്ചു കൊടുത്തിട്ടില്ല, നക്ഷത്രങ്ങളെ പിടിച്ചു കൊടുത്തിട്ടില്ല. എന്നാലും ആ ഉമ്മ അതവിടെ പറഞ്ഞു, എന്തിന്? ഈ കുട്ടി എന്ത് ചെയ്യണം, ആ ഭക്ഷണം ഒന്ന് കഴിക്കണം അല്ലേ. കുട്ടി അത് മനോഹരമായി ആ ഭക്ഷണം കഴിക്കും എന്നതുപോലെ ഒരാളുടെ ഹൃദയത്തിലേക്ക് ഇറങ്ങണമെങ്കിൽ ആ കാര്യം മനോഹരമായി പറയണം. അത് എത്രത്തോളം മനോഹരമാക്കാൻ പറ്റുമോ അത്രത്തോളം മനോഹരമാക്കി പറയണം. നിങ്ങൾക്കറിയോ, അള്ളാഹുവിൻ്റെ 1,24,000 പരം വരുന്ന പ്രവാചകന്മാര് ആരെ പറയാൻ വേണ്ടി വന്നതാ? അള്ളാനെ പറയാൻ വേണ്ടി വന്നതാ. ആ അള്ളാനെ അവര് മനോഹരമായിട്ടാണ് പറഞ്ഞത്. ഒരു ജനത അള്ളാഹുവിൽ വിശ്വസിച്ചിട്ടില്ല എങ്കിൽ അവർക്ക് മരിച്ചവരെ ജീവിപ്പിച്ച് കാണിച്ചു കൊടുക്കേണ്ടി വന്നു, ചന്ദ്രനെ പിളർത്തി കാണിച്ചു കൊടുക്കേണ്ടി വന്നു അള്ളാന്റെ റസൂലിന്. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഒക്കെ മരിച്ചവരെ ജീവിപ്പിക്കാൻ വേണ്ടിയിട്ട് വന്നതാണോ? അല്ല, അവർ അള്ളാനെ പറഞ്ഞു തരാൻ വന്നതാണ്. എന്നാൽ ഒരു ജനത മരിച്ചവരെ ജീവിപ്പിച്ച് കാണിച്ചു കൊടുത്താലേ അള്ളാഹുവിനെ വിശ്വസിക്കൂ എങ്കിൽ ഈസാ നബിക്ക് അവിടെ മരിച്ചവരെ ജീവിപ്പിക്കേണ്ടി വന്നു, കുമ്പി ഇതിനില്ല എന്ന് പറഞ്ഞിട്ട്. അപ്പൊ നമ്മൾ ഒരു കാര്യം, ഒരു ഉപദേശം അള്ളാനെ ഒരാൾക്ക് പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ, പറഞ്ഞു കൊടുക്കുമ്പോൾ കഴിയുന്നതും ഏറ്റവും മനോഹരമായിട്ട് നമ്മൾ പറയാൻ ശ്രമിക്കണം. എന്നാലേ ആളുകൾക്ക് അതെന്ത് ചെയ്യുള്ളൂ, ആളുകളുടെ ഹൃദയത്തിലേക്ക് ഇറങ്ങുള്ളൂ. അതിനാണ് അറബി മൂളിച്ച വെച്ചത്.